വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം. ഇക്കാര്യങ്ങൾക്ക് ശേഷം ജോസഫിനോട് ഒരാൾ പറഞ്ഞു, ഇതാ നിന്റെ പിതാവ് രോഗിയാണ്. അപ്പോൾ അവൻ തന്റെ 2 പുത്രന്മാരെ മനാസയെയും എഫ്രായിമിനെയും കൂടെ കൊണ്ടുപോയി. അവൻ യാക്കോബിനെ അറിയിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ അങ്ങയുടെ മകനായ ജോസഫ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇസ്രായേൽ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എൽഷദായ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, ഇതാ ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു സമൂഹമാക്കും. നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് നിത്യ അവകാശമായി ഈ നാട് ഞാൻ നൽകും. ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് നിനക്ക് ഈജിപ്ത് നാട്ടിൽ ജനിച്ച നിന്റെ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസയും ഇപ്പോൾ എന്റേതാണ്. റൂബനും ശിമയോനും എന്ന പോലെ അവർ എന്റേതായിരിക്കും. അവർക്ക് ശേഷം നീ ജനിപ്പിക്കുന്ന നിന്റെ സന്താനങ്ങൾ നിന്റേതായിരിക്കും. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഞാൻ പാദാനിൽ നിന്ന് പോരുമ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എഫ്രാത്തായിലെത്താൻ ഒരു കിബ്ര ദൂരം കൂടി ഉണ്ടായിരുന്നപ്പോൾ റാഫേൽ എന്റെ മേൽ ചാഞ്ഞു മരിച്ചു. എഫ്രാത്തായിലേക്കുള്ള, അതായത് ബത്ലഹേമിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ സംസ്കരിച്ചു. ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ചു, ഇവർ ആരാണ്? ജോസഫ് തന്റെ പിതാവിനോട് പറഞ്ഞു, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്ന എൻ്റെ മക്കളാണിവർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും. പ്രായം കൊണ്ട് കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ ഇസ്രായേലിന് കാണാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് അവൻ അവരെ കൊണ്ടുചെന്നു. അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ നിന്റെ സന്തതിയെ കൂടി ദൈവം എന്നെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് അവരെ അദ്ദേഹത്തിന്റെ മുട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് നിലം പറ്റി തന്റെ മുഖം കുനിച്ചു. പിന്നെ ജോസഫ് ഇരുവരെയും, എഫ്രായിമിനെ തന്റെ വലത്ത് കൈകൊണ്ട് ഇസ്രായേലിന്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ തന്റെ ഇടത്ത് കൈകൊണ്ട് ഇസ്രായേലിന്റെ വലത്ത് കൈക്ക് നേരെയും നിർത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. എന്നാൽ ഇസ്രായേൽ തന്റെ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രായിമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വച്ചത്. മനാസയായിരുന്നല്ലോ കടിഞ്ഞൂൽ പുത്രൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ഏത് ദൈവത്തിന്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവോ അവിടുന്ന് എന്റെ ആരംഭം മുതൽ ഇന്ന് വരെ എന്നെ മേയിച്ചിരുന്ന ദൈവം, തിന്മയായ എല്ലാറ്റിലും നിന്ന് എന്നെ വീണ്ടെടുത്ത ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എന്റെ നാമവും എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമവും അവരിലൂടെ വിളിക്കപ്പെടട്ടെ. അവർ ഭൂമധ്യേ പുരുഷാരമായി നിറയട്ടെ. തന്റെ പിതാവ് അദ്ദേഹത്തിന്റെ വലം കൈ എഫ്രായിമിന്റെ തലയിൽ വച്ചിരിക്കുന്നത് ജോസഫ് കണ്ടു. അവന്റെ ദൃഷ്ടികളിൽ അത് അനിഷ്ടകരമായി. എഫ്രായിമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് അത് മാറ്റാൻ അവൻ പിതാവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. ജോസഫ് തന്റെ പിതാവിനോട് പറഞ്ഞു, എന്റെ പിതാവേ, അങ്ങനെയല്ല, ഇവനാണല്ലോ ആദ്യജാതൻ. അങ്ങയുടെ വലം കൈ ഇവന്റെ തലയിൽ വയ്ക്കണമേ. അവന്റെ പിതാവ് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം, എന്റെ മകനെ എനിക്കറിയാം. അവനും ഒരു ജനമായി തീരും, അവനും വലിയവനാകും. എന്നാൽ അവന്റെ ഇളയ സഹോദരൻ അവനേക്കാൾ വലിയവനാകും. അവന്റെ സന്തതിയാകട്ടെ ജനതകളുടെ മഹാഗണവും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദിവസം അദ്ദേഹം പറഞ്ഞു, നിന്നെ കൊണ്ട് ഇസ്രായേൽ ഇപ്രകാരം അനുഗ്രഹിക്കും, ദൈവം നിന്നെ എഫ്രായിമിനെ പോലെയും മനാസയെ പോലെയും സുസ്ഥാപിതമാക്കട്ടെ.
അദ്ദേഹം എഫ്രായിമിനെ മനാസയ്ക്ക് മുമ്പനാക്കി. അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഇതാ മരിക്കാറായി. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടു ചെന്നാക്കും. എൻ്റെ വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഷെക്കേം നിന്റെ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ ഒന്ന് കൂടുതലായി നിനക്ക് ഞാൻ തരുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. യാക്കോബ് തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, ഒന്നിച്ചു കൂടുവിൻ. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിനെ ശ്രദ്ധിക്കുവിൻ. റൂബൻ, നീ എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിന്റെ ആരംഭവും, പ്രാഗൽഭ്യത്തിന്റെ മഹത്വവും ശക്തിയുടെ മഹത്വവും. വെള്ളം പോലെ അസ്ഥിരനായ നീ പ്രഥമസ്ഥാനീയനാകില്ല. എന്തെന്നാൽ നീ നിന്റെ പിതാവിന്റെ കിടക്കയിൽ കയറി. അതെ, എൻ്റെ ശയ്യ നീ അശുദ്ധമാക്കിയ കയറ്റം. ശിമയോനും ലേവിയും സഹോദരന്മാരാണ്. അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനയിൽ എൻ്റെ ആത്മാവ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ മഹത്വം ചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യനെ കൊന്നു. തങ്ങളുടെ സ്വാർത്ഥ സന്തോഷത്തിന് അവർ കാളകളുടെ കുതിഞരമ്പ് വെട്ടി. ശക്തമായിരുന്നതുകൊണ്ട് അവരുടെ കോപവും ഉഗ്രമായിരുന്നതുകൊണ്ട് അവരുടെ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വീതം വയ്ക്കും, ഇസ്രായേലിൽ ഞാൻ അവരെ ചിതറിക്കുകയും ചെയ്യും. നീയോ യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ അംഗീകരിക്കും. നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ പിടലിയിലായിരിക്കും. നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്നെ കുമ്പിടും. യൂദ ഒരു യുവസിംഹമാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് ഉയർന്നു വരുന്നു. അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങി വിശ്രമിക്കുന്നു. അവനെ ആര് ഉണർത്തും? യൂദായിൽ നിന്ന് ചെങ്കോൽ വിട്ടകലുകയില്ല. അധികാരദണ്ഡ് അവന്റെ പാദങ്ങൾക്കിടയിൽ നിന്നും. അവൻ ശീലോയിൽ വന്നെത്തുന്നതുവരെ ജനങ്ങളുടെ അനുസരണം അവന് സ്വന്തമായിരിക്കും. അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിൽ കെട്ടിയിടും, തന്റെ കഴുതക്കുട്ടിയെ ദ്രാക്ഷാവള്ളിയിലും. അവൻ തന്റെ ഉടുപ്പ് മുന്തിരിച്ചാറിൽ കഴുകും, തന്റെ മേലങ്കി ദ്രാക്ഷാരസത്തിലും. വീഞ്ഞിനേക്കാൾ തിളക്കമുള്ള കണ്ണിണ, പാലിനേക്കാൾ വെളുത്ത ദംഷ്ട്രദ്വയം. സെബുലൂണാകട്ടെ കടൽ തീരത്ത് വസിക്കും. അവൻ കപ്പലുകൾക്ക് തീരമായിരിക്കും. സീദോന് മേലും അവന്റെ അതിർത്തിയായിരിക്കും. ഇസാക്കാർ എല്ലുള്ള ഒരു കഴുതയാണ്. അവൻ 2 ആലകൾക്കിടയിൽ വിശ്രമിക്കുന്നു. വിശ്രമസ്ഥലം നല്ലതെന്ന് അവൻ കണ്ടു, ദേശം മനോഹരമാണെന്നും. അതുകൊണ്ട് അവൻ ചുമടെടുക്കാൻ തന്റെ ചുമൽ കുനിച്ചു. കൂലിവേല ചെയ്യുന്ന ഒരു കരാർ പണിക്കാരനായി. ദാൻ സ്വജനത്തിന് ന്യായം നടത്തിക്കൊടുക്കും, ഇസ്രായേലിലെ ഗോത്രങ്ങളിൽ ഒന്നിനെ പോലെ. ദാൻ വഴിവക്കിൽ സർപ്പമായിരിക്കട്ടെ, പാതയോരത്ത് അണലിയും. അവൻ കുതിരയുടെ കുതികാലുകൾ കടിക്കും, കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഗാദിനെ പറ്റി കവർച്ചക്കാർ അവനെ കൊള്ളയടിക്കും, എന്നാൽ അവൻ പതിയിരുന്ന് ആക്രമിക്കും. ആശേറിനെ പറ്റി അവന്റെ ആഹാരം സമ്പുഷ്ടമായിരിക്കും. രാജാവിനുള്ള വിശിഷ്ട വിഭവങ്ങൾ അവൻ പ്രദാനം ചെയ്യും. നഫ്താലി സ്വച്ഛതയുള്ള ഒരു പേടമാനാണ്. അവൻ മൃദുലോക്തികൾ പൊഴിക്കുന്നു. ജോസഫ് ഒരു ഫലവൃക്ഷകുമാരനാണ്, നീരുറവയ്ക്ക് മീതെയുള്ള ഫലവൃക്ഷകുമാരൻ. ശാഖാകുമാരികൾ മതിലിനു മീതെ പന്തലിക്കുന്നു. വില്ലാളി വീരന്മാർ അമ്പെയ്ത് അവനെ തിക്തതയിൽ ആഴ്ത്തി. അവർ അവനോട് ശത്രുത പുലർത്തി. എന്നാൽ അവന്റെ വില്ല് ഉറച്ചു നിന്നു, അവന്റെ കൈപ്പത്തികൾ അയവുള്ളതായി. യാക്കോബിന്റെ ശക്തനായവന്റെ കൈകളിൽ നിന്ന്, ഇസ്രായേലിന്റെ പാറയായ ഇടയനുള്ള ഇടത്ത് നിന്ന്, നിന്നെ സഹായിക്കുന്ന നിന്റെ പിതാവിന്റെ ദൈവത്തിൽ നിന്ന്, നിന്നെ അനുഗ്രഹിക്കുന്ന സർവശക്തനോടൊത്ത്
ഉന്നതത്തിൽ നിന്ന് ആകാശങ്ങളുടെ അനുഗ്രഹങ്ങൾ, അഗാധത്തിൽ വിശ്രമിക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങൾ, മാറിടത്തിന്റെയും ഉദരത്തിന്റെയും അനുഗ്രഹങ്ങൾ, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ, എന്റെ പർവ്വതങ്ങളുടെ അനുഗ്രഹങ്ങൾക്കുമേൽ നിത്യശൃംഖങ്ങളുടെ സീമ വരെ വളരുന്നു. അവ ജോസഫിന്റെ ശിരസിലായിരിക്കട്ടെ, സ്വസഹോദരരുടെ നേതാവിന്റെ മൂർധാവിൽ തന്നെ. ബെഞ്ചമിൻ ആർത്തിയുള്ള ഒരു ചെന്നായയാണ്. അവൻ രാവിലെ കൊള്ളയടിക്കുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഇവരെല്ലാമാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത്. അദ്ദേഹം അവരെ പ്രത്യേകം അനുഗ്രഹിച്ചു. തന്റെ സംപ്രീതിക്ക് അനുസൃതം അവരെ അനുഗ്രഹിച്ചു. അദ്ദേഹം അവരോട് കൽപ്പിച്ചരുളി, ഞാൻ എന്റെ ജനത്തോട് ചേരുകയാണ്. എന്റെ പിതാക്കന്മാരുടെ അടുത്ത് ഹിത്യനായ എഫ്രോണിന്റെ പറമ്പിലുള്ള ഗുഹയിൽ എന്നെ സംസ്കരിക്കണം. കാനാൻ ദേശത്ത് മാമ്രയ്ക്ക് മുമ്പിലായി മക്പലായുടെ പറമ്പിലുള്ള ആ ഗുഹയിൽ തന്നെ. അബ്രാഹം കല്ലറയ്ക്കുള്ള അവകാശമായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് വാങ്ങിയതാണ് ആ പറമ്പ്. അബ്രാഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസ്ഹാക്കിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ റെബേക്കയെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. ആ പറമ്പിന്റെയും അതിലുള്ള ഗുഹയുടെയും കൈവശാവകാശം ഹിത്യരുടെ പക്കൽ നിന്നുള്ളതാണ്. തന്റെ പുത്രന്മാരോട് കൽപ്പിക്കാനുള്ളത് പൂർത്തിയാക്കി യാക്കോബ് തന്റെ കാലുകൾ കിടക്കയോട് ചേർത്തു. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച് തന്റെ ജനങ്ങളോട് ചേർന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം. ജോസഫ് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് വീണു. അദ്ദേഹത്തെ പ്രതി വിലപിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു. ജോസഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തന്റെ പിതാവിനെ സുരഭീകരിക്കാൻ ആജ്ഞാപിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ തൈലം പൂശി. 40 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവർ അത് പൂർത്തിയാക്കി. കാരണം അങ്ങനെയാണ് അവർ സുരഭീകരണ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. ഈജിപ്തുകാർ 70 ദിവസം അദ്ദേഹത്തെ പ്രതി വിലപിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിലാപ ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ജോസഫ് ഫറവയുടെ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ സംപ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഫറവോയുടെ ചെവികളിൽ ഇപ്രകാരം ഉണർത്തിച്ചാലും. എന്റെ പിതാവ് എന്നെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു. ഇതാ ഞാൻ മരിക്കാറായി. എനിക്ക് വേണ്ടി ഞാൻ കാനാൻ ദേശത്ത് തയ്യാറാക്കിയിരിക്കുന്ന എന്റെ കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ. ഫറവോ പറഞ്ഞു, അദ്ദേഹം നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് നീ പോയി നിന്റെ പിതാവിനെ സംസ്കരിക്കുക. അങ്ങനെ ജോസഫ് തന്റെ പിതാവിനെ സംസ്കരിക്കാൻ പോയി. അവനോടൊപ്പം ഫറവോയുടെ എല്ലാ ദാസന്മാരും അവന്റെ വീട്ടിലെ കാരണവന്മാരും ഈജിപ്ത് ദേശത്തെ എല്ലാ മുതിർന്നവരും പോയി. കൂടാതെ ജോസഫിന്റെ കുടുംബം മുഴുവനും, അവന്റെ സഹോദരന്മാരും അവന്റെ പിതാവിന്റെ കുടുംബവും. തങ്ങളുടെ കുട്ടികളെയും ആടുമാടുകളെയും മാത്രമേ അവർ ഗോശൻ ദേശത്ത് നിർത്തിയുള്ളൂ. രഥവും കുതിരക്കാരും അവനോടൊപ്പം പോയി. അങ്ങനെ ആ വ്യൂഹം അതിസാന്ദ്രമായിരുന്നു. ജോർദാൻ അക്കരെയുള്ള അത്താദിലെ മെതിക്കളം വരെ അവരെത്തി. അവിടെ അവർ വിപുലവും അതിതീവ്രവുമായ ഒരു ദുഃഖാചരണം നടത്തി. അവൻ 7 ദിവസം തന്റെ പിതാവിനു വേണ്ടി വിലാപം അനുഷ്ഠിച്ചു. അന്നാട്ടിൽ നിവസിച്ചിരുന്ന കാനാൻകാർ അത്താദിന്റെ മെതിക്കളത്തിൽ നടന്ന വിലാപം കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഈജിപ്തുകാർക്ക് ഗൗരവമേറിയ ഒരു വിലാപം തന്നെ. അതുകൊണ്ട് ജോർദാൻ അക്കരെയുള്ള ആബേൽ മിസ്രയീം എന്ന് അതിനെ പേര് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാർ തങ്ങളോട് കൽപ്പിച്ചിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പുത്രന്മാർ അദ്ദേഹത്തെ കാനാൻ ദേശത്തേക്ക് സംവഹിച്ചു. മക്പലായുടെ പറമ്പിലെ ഗുഹയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു. അബ്രാഹം മാമ്രയ്ക്ക് മുമ്പിലായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് കല്ലറയ്ക്കുള്ള അവകാശമായി വാങ്ങിയതാണ് ആ പറമ്പ്.
തന്റെ പിതാവിനെ സംസ്കരിച്ച ശേഷം ജോസഫ് അവനും അവന്റെ സഹോദരന്മാരും അവന്റെ പിതാവിനെ സംസ്കരിക്കാനായി അവനോടുകൂടെ ഇറങ്ങിത്തിരിച്ച എല്ലാവരും ഈജിപ്തിലേക്ക് മടങ്ങി. തങ്ങളുടെ പിതാവ് മരിച്ചെന്ന് കണ്ട് ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു, ഇനി മിക്കവാറും ജോസഫ് നമ്മെ വെറുക്കുകയും നാം അവനോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നമ്മോട് നിശ്ചയമായി പകരം വീട്ടുകയും ചെയ്യും. അവർ ജോസഫിന് ഇപ്രകാരം ഒരു സന്ദേശം നൽകി: അങ്ങയുടെ പിതാവ് തന്റെ മരണത്തിന് മുൻപ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു, ജോസഫിനോട് നിങ്ങൾ ഇപ്രകാരം പറയണം, ദയയുണ്ടാകണമേ, അങ്ങയുടെ സഹോദരന്മാരുടെ അതിക്രമവും പാപവും സദയം ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ അങ്ങയോട് ദ്രോഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ അതിക്രമം സദയം പൊറുക്കണമേ. തന്നോട് അവർ പറഞ്ഞതിനെ പ്രതി ജോസഫ് കരഞ്ഞുപോയി. പിന്നീട് അവന്റെ സഹോദരന്മാർ തന്നെ വന്ന് അവന്റെ മുൻപിൽ വീണു. അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ അങ്ങേക്ക് അടിമകളാണ്. ജോസഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ എന്താ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്കെതിരെ തിന്മ വിഭാവനം ചെയ്തു, ദൈവമാകട്ടെ അത് നന്മയ്ക്കായി പരിഗണിച്ചു. ഒരു വലിയ ജനത്തിന്റെ ഇന്നത്തെ പോലുള്ള ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്. ആകയാൽ ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരോട് ഹൃദ്യമായി സംസാരിക്കുകയും ചെയ്തു. ജോസഫ് അവന്റെ പിതാവിന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 വർഷം ജീവിച്ചു. എഫ്രായിമിന്റെ 3-ാം തലമുറയിലെ മക്കളെ ജോസഫ് കണ്ടു. മനാസയുടെ മകനായ മാക്കീറിന്റെ കുഞ്ഞുങ്ങളും ജനിച്ചത് ജോസഫിന്റെ മുട്ടുകളിലാണ്. ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, എന്നാൽ ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അവിടുന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേലിന്റെ പുത്രന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. 110 വർഷം പ്രായമായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ സുരഭീകരിച്ച് ഒരു പേടകത്തിൽ ഈജിപ്തിൽ സൂക്ഷിച്ചു. 37-ാം സങ്കീർത്തനം. ദുർവൃത്തർ മൂലം നീ കോപാകുലനാകേണ്ട, തിന്മ ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, ഹരിതസസ്യം പോലെ വാടുകയും ചെയ്യും. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ഭൂമിയിൽ അധിവസിച്ച് വിശ്വസ്തയോട് കൂട്ടുചേരുക. കർത്താവിൽ ആമോദിക്കുക, നിന്റെ ഹൃദയത്തിന്റെ ഇംഗിതങ്ങൾ അവിടുന്ന് നിനക്ക് നിറവേറ്റിത്തരും. നിന്റെ വഴി കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്നിൽ ആശ്രയിക്കുക, അവിടുന്ന് പ്രവർത്തിച്ചുകൊള്ളും. പ്രകാശം പോലെ അവിടുന്ന് നിന്റെ നീതി പുറത്തു കൊണ്ടുവരും, നിന്റെ ന്യായം മധ്യാഹ്നം പോലെയും. കർത്താവിനോട് ശാന്തത പാലിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്കായി കാത്തിരിക്കുക. സ്വന്തം വഴി അഭിവൃദ്ധിപ്പെടുത്തുന്നവനെ കുറിച്ച്, ക്ഷുദ്ര പദ്ധതികൾ നടപ്പാക്കുന്ന വ്യക്തിയെ കുറിച്ച് നീ കോപാകുലനാകരുത്. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, ക്ഷോഭിക്കാതിരിക്കുക. അത് തിന്മ ചെയ്യുന്നതിനെ ഉതകുകയുള്ളൂ. എന്തെന്നാൽ ദുർവൃത്തർ തീർച്ചയായും വിച്ഛേദിക്കപ്പെടും. കർത്താവിനെ കാത്തിരിക്കുന്നവരാണ് ഭൂമി അവകാശമാക്കുന്നത്. അല്പം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും. അവന്റെ സ്ഥലത്ത് നീ സൂക്ഷ്മമായി നിരീക്ഷിക്കും, എന്നാൽ അവൻ ഇല്ലാതായിരിക്കും. എളിയവരോ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവന്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. നാഥൻ അവനെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവന്റെ ദിവസം വരുന്നുവെന്ന് അവിടുത്തേക്ക് അറിയാം. എളിയവനെയും ദരിദ്രനെയും വീഴ്ത്താനും ഋജുമാർഗികളെ വധിക്കാനും ദുഷ്ടർ വാളൂരുകയും വില്ലുകുലുക്കുകയും ചെയ്യുന്നു. അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയത്തിൽ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം. ദുഷ്ടരുടെ ഭുജങ്ങൾ തീർച്ചയായും തകർക്കപ്പെടും, എന്നാൽ
നീതിമാന്മാരെ താങ്ങുന്നവൻ കർത്താവാണ്. കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു. അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അവർ അനർത്ഥകാലത്ത് ലജ്ജിതരാവുകയില്ല. ക്ഷാമകാലത്ത് അവർ സംതൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടർ നാശമടയും. കർത്താവിന്റെ ശത്രുക്കൾ പുൽമേടുകളിലെ തഴപ്പ് പോലെ ഇല്ലാതാകും. അവർ പുകപടലത്തിൽ മാഞ്ഞുപോകും. ദുഷ്ടർ വായ്പ വാങ്ങിക്കും, എന്നാൽ തിരിച്ചു കൊടുക്കുകയില്ല. എന്നാൽ നീതിമാൻ ഉദാരനാണ്, അവൻ ദാനം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹമുള്ളവർ ഭൂമി കൈവശമാക്കുക തന്നെ ചെയ്യും. അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും. യോദ്ധാവിന്റെ കാലടികൾ കർത്താവിൽ നിന്നാണ്. അവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവന്റെ വഴി അവിടുന്ന് ഇഷ്ടപ്പെടുന്നു. അവൻ വീണാലും നിലം പരിചാവുകയില്ല. എന്തെന്നാൽ കർത്താവ് അവന്റെ കൈ താങ്ങുന്നു. ഞാൻ യുവാവായിരുന്നു, ഇപ്പോൾ വൃദ്ധനുമായി. നീതിമാൻ പരിത്യക്തനാകുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവന്റെ സന്തതി അപ്പം തേടുന്നതും. അവൻ എന്നും ഉദാരനും വായ്പ കൊടുക്കുന്നവനുമാണ്. അവന്റെ സന്തതി ഒരനുഗ്രഹമായിരിക്കും. തിന്മയിൽ നിന്ന് അകലുക, നന്മ ചെയ്യുക, അങ്ങനെ എന്നേക്കും വസിക്കുക. എന്തെന്നാൽ കർത്താവ് ന്യായത്തെ സ്നേഹിക്കുന്നു. അവിടുന്ന് തന്റെ ഭക്തരെ പരിത്യജിക്കുകയില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടും. എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമി കൈവശമാക്കും, അതിൽ നിത്യം വസിക്കുകയും ചെയ്യും. നീതിമാന്റെ അധരം ജ്ഞാനം ഉരുവിടുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ കാലടികൾ വഴുതുകയില്ല. ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവനെ വധിക്കാൻ തക്കം പാർക്കുന്നു. കർത്താവ് അവനെ അയാളുടെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല. അവനെ ന്യായവിചാരണ ചെയ്യുമ്പോൾ കുറ്റക്കാരനാക്കുകയുമില്ല. കർത്താവിലേക്ക് പ്രത്യാശ വയ്ക്കുക, അവിടുത്തെ വഴി പാലിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ഉയർത്തും. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടൻ പ്രബലനാകുന്നത് ഞാൻ കണ്ടു, തഴച്ചു വളർന്ന നാട്ടുവൃക്ഷം പോലെ ഉയർന്നു നിൽക്കുന്നതും. അവൻ കടന്നുപോയപ്പോൾ ഇതാ ഒന്നുമല്ലാതായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. നിഷ്കളങ്കനെ കാക്കുക, സത്യസന്ധനെ നോക്കി കാണുക. സമാധാനകാംക്ഷിക്ക് നിശ്ചയമായും സന്തതി പരമ്പരയുണ്ടാകും. അതിക്രമികൾ ഒന്നാകെ നശിപ്പിക്കപ്പെടും, ദുഷ്ടരുടെ സന്തതി പരമ്പര വിച്ഛേദിക്കപ്പെടും. കർത്താവിൽ നിന്നാണ് നീതിമാന്മാരുടെ രക്ഷ, കഷ്ടകാലത്ത് അവരുടെ അഭയവും. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്തു. അവർ അവിടുന്ന് ആശ്രയിച്ചതുകൊണ്ട് അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് വിമോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുകൾ എടുത്ത് മണവാളന്റെ എതിരേൽപ്പിന് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ ബുദ്ധിമതികളുമായിരുന്നു. വിവേകശൂന്യർ അവരുടെ വിളക്കുകൾ എടുത്തപ്പോൾ കൂടെ എണ്ണ എടുത്തിരുന്നില്ല. ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകിയപ്പോൾ നിദ്രാഭാരത്താൽ എല്ലാവരും കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ആർപ്പുവിളിയുണ്ടായി, ഇതാ മണവാളൻ, അവന്റെ എതിരേൽപ്പിന് പുറത്തു വരുവിൻ. ആ കന്യകമാരെല്ലാം ഉണർന്ന് അവരവരുടെ വിളക്കുകൾ ഒരുക്കി. വിവേകശൂന്യർ ബുദ്ധിമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. ബുദ്ധിമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിനാൽ ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ
നിങ്ങൾ അറിയുന്നില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ